പാകിസ്ഥാനിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പഹൽഗാമിൽ നമ്മുടെ ഇന്ത്യക്കാരായ കുറച്ച് പേരെ കൊലപ്പെടുത്തി. നമ്മളതിന് തിരിച്ചടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കി. ഇപ്പം അത് സംബന്ധിച്ച് പല ആരോപണ പ്രത്യാരോപണങ്ങളും നടന്നു. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും. ഞാനൊരു വനിതയാണ്. സിന്ദൂർ നോക്കൂ, സിന്ദൂരം തൊട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഒരു വനിതയുടെ, വിവാഹിതയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും വിചാരിക്കും ദീർഘസുമംഗലിയായിട്ട് നമ്മൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇന്നിപ്പോൾ എറണാകുളത്ത് അമ്പലത്തിൽ പോയി പാർവതി ദേവിയുടെ നടക്കിൽ നിന്ന് സിന്ദൂരം എടുത്ത് എൻ്റെ സിന്ദൂരം തൊട്ടതാണ്. ആ സിന്ദൂരം മായുന്നൊരു കാര്യം ഒരു ഭാരതീയ വനിതയ്ക്കും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങൾ ജീവിക്കും, മരിക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല, ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സതിയൊന്നും ഇല്ലല്ലോ. പക്ഷേ സിന്ദൂർ എന്നുള്ള പേര് തന്നെ ഒന്ന് ആലോചിച്ചു. എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, ഒരു സമൂഹത്തെ മുഴുവൻ, പുരുഷന്മാർക്കാണെങ്കിൽ പോലും ആ സിന്ദൂരം വിവാഹ സമയത്ത് ഭാര്യയ്ക്ക് തൊട്ട് കൊടുക്കുമ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബന്ധം അല്ലേ, ആ ബന്ധത്തിനെയാണ് തകർത്ത് കളഞ്ഞത്. സിന്ദൂർ എന്നല്ലാണ്ട് നമുക്ക് വേറെ എന്ത് പേരാ കൊടുക്കാൻ പറ്റുക? ഓപ്പറേഷൻ സിന്ദൂർ അല്ലേ. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പേരിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹത്തിന് സ്വന്തം സഹോദരിമാരിലുള്ള കരുതൽ, കരുണ. ഇനി ഒരൊറ്റ സ്ത്രീയുടെ എന്താ പറയുക, സിന്ദൂരം മായരുത് അല്ലേ. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയി തൊടുമ്പോഴും കൂടെ ഞാനിങ്ങനെ വിചാരിച്ചു, ദേവി അനുഗ്രഹിക്കണേ, എല്ലാവരും ദീർഘസുമംഗലിമാരായിരിക്കട്ടെ എന്ന്. കാരണം അന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ തന്നെ കൊച്ചിയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു നേവൽ ഓഫീസർ. കല്യാണം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് പഹൽഗാമിൽ പോയത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, പല സ്ഥലത്തും അവർ ഓടി നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഹെൽപ്പ് കിട്ടുന്നില്ല. അവസാനം വന്ന് എന്നെയും കൂടെ കൊല്ലാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് അവരെയും കൂടെ. കാരണം കല്യാണം കഴിഞ്ഞ് 7 ദിവസം കയ്യിലെ ചുമന്ന വളകളൊക്കെ കിടക്കുകയാണ് നോർത്ത് ഇന്ത്യൻ ആചാരപ്രകാരമുള്ള. ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം എൻ്റെ മകളെ പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മകൻ മരിച്ചു കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എത്ര അമ്മമാരുടെ, അച്ഛന്മാരുടെ, സഹോദരന്മാരുടെ മനസ്സിൽ ആ ചിത്രം നിറഞ്ഞു കിടക്കുന്നുണ്ടല്ലേ. ഇപ്പം നമ്മൾ കാര്യത്തിലേക്ക് വരാം. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ യാതൊരു പിഴവുകളും ഇല്ലാതെ നമ്മൾ നടപ്പാക്കിയെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ പറയുകയാണ്. അപ്പോൾ ഓരോ ലക്ഷ്യങ്ങളും എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാമായിരുന്നു. നമ്മുടെ മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിനെ തകർത്തു. നമ്മുടെ വിമാനങ്ങളെ ഉൾപ്പെടെ തകർത്തു എന്ന് പാകിസ്ഥാനും പല മാധ്യമങ്ങളും പറയുന്നു. ഇതിനകത്തൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വളരെ പരിഹസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എൻ്റെ സിനുജി, നമുക്കറിഞ്ഞൂടെ, അവർക്കിത് പറയാനല്ലാണ്ട് അവരുടെ കയ്യിൽ എന്തുണ്ട്? അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പൈസ പോലും ആ രാഷ്ട്രത്തിൻ്റെ കയ്യിലില്ല. ഞാൻ പല പ്രാവശ്യം കാശ്മീരിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഏറ്റെടുത്ത് അവിടെ വന്നതിന് ശേഷം അവരെന്തൊരു ഹാപ്പിയാണെന്നറിയാമോ. അവർക്ക് ജീവിതമാർഗമുണ്ട്. അവർക്ക് പണ്ട് ഈ കല്ലെറിയാനും നമ്മുടെ ജവാന്മാർക്ക് നേരെ കല്ലെറിയാനൊക്കെയാണ് പൈസ കിട്ടിയിരുന്നത്. ഇപ്പോൾ കല്ലെറിയാനൊന്നും ആരും പോകുന്നില്ല. എല്ലാവരും പഠിക്കുന്നു. എല്ലാവരും മാന്യതയോടുകൂടെ ഗൈഡായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഹോട്ടലുകൾ നടത്തി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ വരുന്നത് കണ്ടിട്ട് സഹിക്ക് വയ്യാണ്ടാണ് ഇവരിത് ചെയ്തത്. സിനുജി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മതത്തിൻ്റെ എന്താ പറയുക, അവരുടെ ഒരു നാമം ജപിക്കാൻ പറഞ്ഞിട്ട് എന്താണ് അതറിയത്തില്ലെങ്കിൽ നമ്മളുടെ ഇവിടെ നിന്നുള്ള സഹോദരൻ്റെ രാമചന്ദ്രൻ സാർ തന്നെ കൊല്ലപ്പെട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മകള് പറയായിരുന്നു, അച്ഛൻ ഹിന്ദിയിലാണ് ചോദിച്ചത്. അപ്പോൾ ഇവർക്ക് ഹിന്ദി അറിയാം. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ചൊല്ലാൻ പറഞ്ഞപ്പോൾ മാലൂം നഹി എന്ന് പറഞ്ഞു. അവരുടെ മുമ്പിലിട്ടാണ് 2 ആൺകുട്ടികൾ, നല്ല മിടുക്കന്മാർ, തക്കുടു, 6 വയസ്സേ ഉള്ളൂ. അപ്പൂപ്പനാണ് മരിക്കുന്നത്. അവർക്ക് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആ ആൺകുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പ എന്നും പറഞ്ഞ് ചാടി എണീക്കും. സിനുജി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിനെ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ പോലീസ് ആചാരവെടി മുഴക്കുന്നുണ്ട്. ആ മകളിങ്ങനെ ഞെട്ടുകയാണ് ആ വെടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ. മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ മാനസികമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. പക്ഷേ കുട്ടികളുടെ മനസ്സിൽ നിന്ന് പോവുമോ? ഞാൻ പുറകിലേക്ക് പോവാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ മകള് എഴുത്തെഴുതി വയ്ക്കും. അമ്മൂമ്മ പറഞ്ഞു, മോളെ അമ്പാട്ടിക്ക് എഴുത്തെഴുതി വയ്ക്കും. അച്ഛൻ അമ്പാട്ടിയുടെ അടുത്ത് പോയതാണ്, എന്നാ വരുന്നതെന്ന് എഴുതി വയ്ക്കുമെന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് എഴുതി വയ്ക്കും. എന്നിട്ട് അമ്മൂമ്മ എടുത്ത് മാറ്റും. അപ്പോൾ അവൾ വന്ന് നോക്കുമ്പോൾ അമ്പാട്ടി കൊണ്ടുപോയി. ഇപ്പോൾ എന്താ മറുപടി വരാത്ത? അമ്പാട്ടി തിരക്കിലായിരിക്കും. അപ്പോൾ ഓരോ കുട്ടികളുടെ ജീവിതകാലം മുഴുവൻ അപ്പൂപ്പൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ആ ക്രൂരത മനസ്സിൽ കിടക്കുക. അതായിരിക്കും അവർ ഉദ്ദേശിച്ചതും. എത്രയോ പേരുടെ മുമ്പിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ വളഞ്ഞു കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അങ്ങനെയല്ലോ ചെയ്തത്. സ്വന്തം കുടുംബത്തിൻ്റെ മുമ്പിൽ വെച്ച് കൊന്നിട്ട് എന്നെയും കൂടെ കൊല്ലൂ എന്ന് പറഞ്ഞ ഭാര്യയോട് പറഞ്ഞ്, പോയി നിൻ്റെ പ്രധാനമന്ത്രിയോട്, മോദിജിയോട് പറയാന്ന്.
അല്ലേ? അതെ അതെ അതെ. അതൊക്കെയാണ് ക്രൂരത ഉം. അല്ലേ? അപ്പൊ ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അജിത് ഡോവൽ പറയുകയാണ് നമ്മൾ കൃത്യമായിട്ട് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഓരോ നീക്കവും നമ്മൾ നിരീക്ഷിക്കാം. അപ്പൊ നമ്മുടെ പഹൽഗാമിൽ ആക്രമണം നടത്തി ഏതാണ്ട് ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു തിരിച്ചടി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ലക്ഷ്യത്തെയും പ്ലാൻ ചെയ്യുന്നു. അവരുടെ സൈനിക കേന്ദ്രം എവിടെ, അവിടെ എവിടെയാണ് പരിശീലനം കൊടുക്കുന്ന ഭീകരവാദികൾ, ഇതെല്ലാം കണ്ട് നമ്മൾ അവരെയൊക്കെ ആക്രമിക്കും. അങ്ങനെ ആക്രമണം നടത്തിയിട്ടും പാകിസ്ഥാൻ പരാജയപ്പെട്ടു. എന്നിട്ടും അവിടുത്തെ അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിക്ക് അവിടെ വലിയ പദവി കൊടുക്കുകയാണ്. പുള്ളിയെ അവിടുത്തെ പിടിച്ചു നിൽക്കണ്ടേ? ഫീൽഡ് മാർഷൽ പദവിയാണ്. അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ടതിന് ശേഷം ഇതുവരെ ഒരാൾക്ക് മാത്രമേ ഫീൽഡ് മാർഷൽ പദവി. ഇല്ലല്ലോ ഇപ്പൊ അവിടെ മാർഷലാക്കാണ്ട് എന്ത് ഫീൽഡാണുള്ളത്? ഒരു ഫീൽഡും അവിടെ ഇല്ല. ഇപ്പൊ അജിത് ഡോവൽജിയുടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ്, അദ്ദേഹം കൃത്യമായിട്ട് 9 ഭീകരന്മാർ താമസിക്കുന്ന സ്ഥലം കേന്ദ്രങ്ങൾ മാത്രം ഐഡന്റിഫൈ ചെയ്ത് രാവിലെ പുലർച്ചയ്ക്ക് അത് മാത്രമാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ സിവിലിയൻ കൊല്ലപ്പെട്ടിട്ടില്ല. നമ്മുടെ സിവിലിയൻസിനെ കൊന്നു നമ്മളുടെ സഹോദരിമാരുടെ മംഗല്യം മാച്ചു കളഞ്ഞെങ്കിൽ നമ്മളതിന് പോയിട്ടില്ല. നമ്മൾ ആ തിരിച്ചടി അങ്ങനെയല്ല കൊടുത്തത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ച് അവരെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അല്ലാണ്ട് പൊതുവായ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഞങ്ങളൊരു പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അതല്ല ഇന്ത്യയുടെ നയം കൂടെ. ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുക്കുകയല്ല. നമുക്കും ഇത് ചെയ്യാമല്ലോ, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല. ഭീകരന്മാരെ മാത്രം ലക്ഷ്യം വഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പറന്നുയർന്ന ഫൈറ്റർ ജെറ്റുകളും മറ്റ് മിസൈൽ വാഹിനികളും ആ കറക്റ്റ് സ്പോട്ടിൽ പോയി അവിടെ കൃത്യം നിർവഹിച്ച് തിരിച്ചു വന്നു. ഇവർക്ക് ഉപഗ്രഹങ്ങളിൽ ചിത്രങ്ങളിൽ കൂടെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു കുഞ്ഞു കെട്ടിടം തകർത്തത് പോലും കാണിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കോണ്ടാക്ട്സ് കാശ്മീരിലുള്ളവർ പറയുന്നത് ദേ ആർ ഭയങ്കര 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 അപ്സെറ്റാണ്. ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കൂ. ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോയാൽ അവർക്കറിയാം നമ്മൾ ഇന്ത്യൻസ് ആണെന്ന്. അതുപോലെ കാശ്മീരിൽ താമസിക്കുന്നവർക്ക് അവിടുന്ന് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ വരുന്നവരെ തിരിച്ചറിയാൻ പറ്റില്ല. അവർ ഭീകരന്മാരാണോ നമ്മുടെ സാധാരണ ആൾക്കാരാണോ അവരുടെ കൂടെ ഉള്ള ആൾക്കാരാണോ തിരിച്ചറിയാൻ പറ്റില്ല. അവർ പറയുന്നത് തിരിച്ചറിഞ്ഞെങ്കിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തേനെ. ഇപ്പം നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയാൽ അവർക്കറിയാം നമ്മൾ ഇന്ത്യൻസാണ്, അവരെല്ലാം എന്നറിയാം. പക്ഷെ ഇതുപോലെ തന്നെ കാശ്മീരിൽ താമസിക്കുന്ന നല്ല മനുഷ്യർക്ക് ഇവർ എവിടെ നിന്ന് വന്നിരിക്കുന്നവരാണെന്ന് അറിയില്ല. കാരണം അവരുടെ തന്നെ മുഖഭാവവും സ്കിന്നൊക്കെ അല്ലേ. അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ അവിടെ നിർത്തിയേനെ. ഈ ഹത്യ ഞങ്ങൾ മരിക്കാൻ തയ്യാറായിരുന്നു. കാരണം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ ഭൂപ്രകൃതി കാണാൻ ഞങ്ങൾക്കൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി തരാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന ആളുകൾ അവിടെ ചേരുമ്പോൾ ഇങ്ങനൊരു ആക്രമണം നടത്തിയത് ഞങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണ്. അജിത് ഡോവൽജി എന്താ ചെയ്തത്? വേണമെങ്കിൽ അപ്പം തന്നെ എടുത്ത് പോയി അടിക്കാൻ പറഞ്ഞാൽ നമുക്ക് പാകിസ്ഥാൻ മുഴുവൻ നശിപ്പിക്കായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തോ? നമ്മൾ വെയിറ്റ് ചെയ്ത് ഓരോരുത്തരെയായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എവിടെയൊക്കെയാണ് ഇവിടെ സ്ഥലങ്ങളുള്ളത് നമ്മൾ നോക്കി. എന്നിട്ട് കൃത്യമായി ഒറ്റ ദിവസം കൊണ്ട് 2 മണിക്കൂറിൽ നമ്മളുടെ കാര്യം പൂർത്തിയാക്കി അതിൻ്റെ ചിത്രങ്ങൾ സഹിതം നമ്മൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു. മാത്രമല്ല എന്താ ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഈ അജിത് ഡോവൽജി പോലുള്ള ആൾക്കാരും ഓരോ രാജ്യങ്ങളിലേക്കും പ്രതിനിധികളെ അയച്ചു അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിതരായി? ഞങ്ങൾ സമാധാനം കാക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ്, ഞങ്ങളൊരൊറ്റ സിവിലിയൻ്റെ മേത്ത് ഒരു ചെറിയ മുറിവ് പോലും വരുത്തിയിട്ടില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പറയാൻ പറ്റി. പാകിസ്ഥാൻ അത് ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ല. ചുമ്മാ അത് ചെയ്തു ഇത് ചെയ്തു ഇവിടെ കുറേ പേരെ ഇതാക്കി ബോംബിട്ടു എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം കാണിക്കുന്നതാണ് അജിത് ഡോവൽജി പറയുന്നത്. അജിത് ഡോവൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ നമ്മൾ സാങ്കേതികമായിട്ട് നമ്മുടെ സ്വന്തം സാങ്കേതിക മികവ് കൊണ്ട് നമ്മൾ നിർമ്മിച്ച മിസൈലുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഉപയോഗിച്ച എല്ലാ ആയുധങ്ങളും. ഇവിടെ ഇന്ത്യ അത്രമാത്രം ശക്തമായിരിക്കുന്നു. നമുക്കിനി വേറൊരാളുടെ അടുത്ത് നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സയൻറ്റിസ്റ്റുകൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഇവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഏതൊരു രാജ്യത്തിൻ്റെ ആയുധങ്ങളോടും കിടപിടിക്കുന്നതാണ്. അതാണ് ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇന്ത്യ ഒരു വൻ ശക്തിയായിരിക്കുന്നു. നമ്മൾ ഒന്നിലും ഇടപെടില്ല, വേറൊരു രാജ്യത്തിൻ്റെ ഒരു കാര്യത്തിലുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ തക്കതായ മറുപടി പക്ഷേ ഇവിടെ സമയത്ത് നമ്മൾ കൊടുത്തിരിക്കും. ചേച്ചി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ പറഞ്ഞു ഇന്ത്യയുടെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ അവർ തല്ലി തകർത്തു. ഇന്ത്യയുടെ മീൻസ് റോക്കറ്റ് ഇട്ടിട്ട് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ തകർത്തു. അത്തരത്തിലുള്ള ആക്രമണം ഇന്ത്യക്ക് എതിരെ നടത്തിയെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും കനത്ത നാശനഷ്ടം ഉണ്ടായതാണ്. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ കുറെ മാധ്യമങ്ങൾ പാകിസ്ഥാനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഗൗരവത്തോടെ കാണുന്നത്. കാരണം എന്തുകൊണ്ട് ഇന്ത്യയാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചതെന്നും ഇന്ത്യക്കാണ് നേട്ടം ഉണ്ടായതെന്ന് നമുക്കറിയാം.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസിം മുനീറിനെ സ്വന്തം രാജ്യത്തേക്ക് വിളിച്ചു വരുന്നു. വൈറ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് ഒരു ഉച്ചഭക്ഷണം കൊടുക്കുന്നു, എന്നിട്ട് വലിയ വിരുന്ന് നൽകുന്നു. ഒരു രാജ്യത്തിൻ്റെയും സൈനിക മേധാവിയെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ആതിഥേയത്വം നൽകുന്നോ ഒന്നും ഒരു പരിപാടി അമേരിക്ക ചെയ്യില്ല. പക്ഷേ എന്നിട്ട് ഇവിടെ ചെയ്തു. ഇനി കുറച്ച് മാധ്യമങ്ങൾ പറയുന്നു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തു, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈൽ തകർത്തു. അപ്പോൾ അജിത് ഡോവൽ ചോദിക്കുന്നു അതിൻ്റെ ഒരു ചില്ല് പൊട്ടിയ ഉദാഹരണമെങ്കിലും കാണിക്കും. ഒരു ചില്ല് പൊട്ടിക്കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ അത് നിങ്ങൾ കാണിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില രാജ്യങ്ങൾ ഇപ്പോഴും പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അവർക്ക് അനുകൂലമായിട്ട് വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതെന്തിനായിരിക്കും? അതെന്തിനാന്ന് ഞാൻ പറയട്ടെ. നമ്മളൊരു ലോക ശക്തിയായിട്ട് വളർന്നു വരികയാണ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, അദ്ദേഹം പറയുന്നത് ഇന്ത്യ നമ്പർ 1 എക്കണോമിക് ശക്തിയായി മാറുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. 4 വർഷത്തിനുള്ളിൽ ഈ അമേരിക്കയിലൊക്കെയുള്ള ആൾക്കാരൊക്കെ ജോലിയില്ലാണ്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറും. നമ്മളെല്ലാ കാര്യങ്ങളിലും മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളുടെ ആയുധങ്ങൾ. അപ്പോൾ കുറേ രാജ്യങ്ങളിൽ നമ്മൾ മേടിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ഇപ്പോൾ ഇൻകമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ താഴ്ത്തിക്കെട്ടാനും നമ്മളുടെ ആയുധങ്ങൾക്ക് വലിയ ശക്തിയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അതിനെ ഖണ്ഡിക്കാമെന്നും തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. മാത്രമല്ല ഒരു കാര്യം പറയട്ടെ, നേരത്തെ സുനീജ് അറിയാണ്ടൊരു വാക്ക് പറഞ്ഞു, യുദ്ധം. ഇതൊരു യുദ്ധമല്ല, നമ്മളുടെ ആത്മാഭിമാനം കാത്ത ഒരു സൈനിക നടപടി മാത്രം. യുദ്ധത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, യുദ്ധത്തിന് എന്തിനു വേണ്ടിയിട്ട്. പക്ഷെ നമ്മളുടെ സഹോദരന്മാരെ കൊന്ന ആൾക്കാരെ ആത്മാഭിമാനം, നമ്മളുടെ സഹോദരിമാരുടെയും ഇവരുടെ ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെയും ഭാരതീയരുടെ മുഴുവൻ സൂചി നോക്കിക്കുക, ഒരൊറ്റ ആൾ പോലും ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും അവരാരും തന്നെ ഇത് ശരിയല്ല, തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലേ? രാഷ്ട്രം ഒറ്റക്കെട്ടായ സംഭവമാണ്. മറ്റു രാജ്യങ്ങൾ എന്തോ പറഞ്ഞോട്ടെ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതി, ഭാരതീയർ ഒരുമിച്ച് നിന്നാൽ മതി. ഏത് മതസ്ഥരാണെങ്കിലും ഭാരതത്തിൽ നമുക്ക് സ്വസ്ഥമായും സന്തോഷമായും സമാധാനമായും നിൽക്കണം. അതിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തകർക്കും. അതാണ് ഡോവൽജി ചെയ്തത്. ഒരു വലിയ വീമ്പ് പറച്ചിലൊന്നുമില്ല, നമ്മളുടെ കാര്യം നടന്നാൽ പോരെ, എന്തോ ചെയ്തോട്ടെ, നമ്മളുടെ കാര്യം നമ്മൾ കൃത്യമായി നടത്തി, നമ്മൾ പ്രതികാരം ചെയ്തു. യുദ്ധമല്ല, പ്രതികാരം ചെയ്തു. ദുർഗ അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.